എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമുക്കിന്ന് ഞാൻ കാർത്തിക്കിന്റെ കല്യാണത്തിനിട്ട ഔട്ട്ഫിറ്റ്സ് കാണിച്ചുതരാം. ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുള്ളതാണ്, പക്ഷെ ഷോർട്സ് ആയിട്ടായിരുന്നു. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. സോ ദാറ്റ് എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ പറയാലോ. എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. ആ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് ഔട്ട്ഫിറ്റിന്റെ ഡീറ്റെയിൽസും അതുപോലെ എവിടെ നിന്നാ എങ്ങനെയാന്നൊക്കെ പറയാം. ഓക്കെ, ഫസ്റ്റ് കല്യാണത്തിന്റെ അന്ന് സാരി. ഓക്കെ, നമ്മുടെ സാരി വന്നിട്ട് മഞ്ഞ സാരിയാണ്. ഇത് നമ്മൾ ഷോർട്ട് വീഡിയോയിലും അല്ലാണ്ട് നമ്മൾ കോയമ്പത്തൂർ പോയ ബ്ലോഗില്ലേ അതിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാര്യമായ ബോർഡർ ഒന്നുമില്ല. ജസ്റ്റ് ചെറിയ ഇങ്ങനെ ഒരു വീവ് പോയിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഗോൾഡൻ വീവ്. പിന്നെ പല്ലൂല് പിങ്കും അതേപോലെ തന്നെ ഗ്രീനും കോമ്പിനേഷനിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും പെയർ ചെയ്യാം. ഇനി ഇത് രണ്ടും അല്ലെങ്കിലും എനിക്ക് മഞ്ഞ, വയലറ്റ് അല്ലെങ്കിൽ പേർപ്പിൾ ആയിട്ട് നന്നായിട്ട് ചേർന്ന് പോണ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അത് നന്നായി വരും. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇത് ബ്ലൗസ് നമുക്ക് വർക്ക് ചെയ്യാൻ അത്യാവശ്യം സ്കോപ്പ് ഉള്ള ഒരു സാരിയാണ്. പിന്നെ ഇത് ഉടുക്കാനും കണ്ടോ, ഈ പ്ലീറ്റ്സ് ഒക്കെ ഇങ്ങനെ എടുക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ള സാരിയാണ് കേട്ടോ. നല്ല വിലയുണ്ട് ഇതിന് 2500 സംതിങ് ആണ്. അയ്യോ, ഇതിലെന്തിൻ്റെയോ ചായ പിടിച്ചു. ഡ്രൈ ക്ലീനിന് കൊടുക്കണേ ഇനി. അപ്പോൾ 2500 ആണ്. 12,500 ആണ് കേട്ടോ ഇതിന്റെ വില വന്നിട്ട്. ഞാൻ എന്നിട്ട് അന്ന് പറയുകയും ചെയ്തു, എന്റെ കല്യാണ സാരിക്ക് വരെ ഇത്ര വില ഉണ്ടായിരുന്നില്ല. കോയമ്പത്തൂർ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്ത സാരിയാണ്. ഇതിന്റെ ഒപ്പം വേറൊരു പിങ്ക് പേർപ്പിൾ കളറിൽ വരുന്ന ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കുറച്ച് പേർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്ക് പേഴ്സണലി കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഞാൻ അങ്ങനെ മഞ്ഞ കളർ സാരി ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇഷ്ടമായിട്ട് ഞാൻ എടുത്ത ഒരു സാരിയാണ്. അപ്പൊ ഞാൻ എടുക്കുമ്പോൾ തന്നെ വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും പിങ്ക് വേണ്ട, പക്ഷെ യെല്ലോ ആൻഡ് റാണി പിങ്ക് നന്നായിട്ട് ചേരുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച സാരി ഇത്ര ലൈക്ക് പ്ലെയിൻ ഒന്നും തന്നെ ഇല്ലാത്തത് കാരണം ഗ്രീൻ എടുത്തിട്ട് ചെറിയ രീതിയിൽ ഹാൻഡ് വർക്ക് ചെയ്യാം, അതൊരു മോഡൽ ആവുകയും ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബനാറസി സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ എടുത്തത്. 2 മെറ്റീരിയൽ എടുത്തു. ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. ഒന്ന് ചെറിയ ബൂട്ടാസ് ഉള്ള മെറ്റീരിയലും ഒന്ന് പ്ലെയിൻ മെറ്റീരിയലും. പിന്നെ എനിക്ക് തോന്നി ബൂട്ടാസ് ഉള്ളതാണെങ്കിൽ അതിലിനി ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഓവർ ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് പ്ലെയിൻ തന്നെയാണ് കേട്ടോ നമ്മൾ പിന്നെ എടുത്ത്. പിന്നെ ഇതിന്റെ പിങ്ക് റാണി പിങ്ക് ബ്ലൗസ് പീസ് ഉണ്ടല്ലോ, അത് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഫംഗ്ഷന് ഗ്രീൻ ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ്, പിന്നെ സിമ്പിൾ ആയിട്ട് ഹാൻഡ് വർക്ക് ഒന്നും ചെയ്യാണ്ട് സിമ്പിൾ ആയിട്ട് പിങ്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വേറെ വല്ല ഫംഗ്ഷൻസും ഒക്കെ വരുമ്പോൾ 1 ലെയറിൽ സാരി ഉടുത്തിട്ട് ആ പിങ്ക് ബ്ലൗസ് സ്റ്റൈൽ ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അത് ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ എന്തായാലും കാണിക്കാം കേട്ടോ. അപ്പൊ ഇതിന് നോക്കുകയാണെങ്കിൽ മീറ്ററിന് 1000 രൂപയുടെ അടുത്തുണ്ട്. ബനാറസി സിൽക്ക് അല്ലേ, ചെറിയൊരു ഷൈൻ ഒക്കെ ഉണ്ട്. അപ്പൊ 0.80 ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ എനിക്കാണെങ്കിൽ 3/4 സ്ലീവും ഇങ്ങനത്തെ ഒരു ബ്ലൗസ് തുന്നാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ പാഡഡ് ആയിട്ടാണ് തുന്നിയിട്ടുള്ളത്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കാലപ്പില് നല്ല രസമായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. ആര്യൻസ് ബുട്ടീക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ അവിടെയാണ് കൊടുക്കണ്ടായേ. പിന്നെ നെക്കിലും ചെറിയ ഹാൻഡ് വർക്ക് സ്കാലപ്പ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവ്സിൽ നോക്കുകയാണെങ്കിൽ സാധാരണ ബോർഡറിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഡിസൈൻ അല്ലേ പോവുക. ഇതിപ്പോ യൂഷ്വലി ഇത് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവും ഇലയും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ സ്ട്രെയിറ്റ് പിന്നെ സ്കാലപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ബ്ലൗസ് നല്ലോണം ഇഷ്ടപ്പെട്ടു, അതുപോലെ സാരി ഇഷ്ടപ്പെട്ടു. ഇനിയാണ് മേക്കപ്പും അതേപോലെ തന്നെ ആക്സസറീസ് എനിക്ക് ലെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ എടുത്ത് കുറെ പേര് ചോദിച്ചു എന്താ ഇത്ര ഇട്ടേ ഓർണമെന്റ്സ്, അങ്ങനെയൊന്നല്ല കേട്ടോ ചോദിച്ചത്. പക്ഷെ ചെയ്തു വന്നപ്പോ എനിക്ക് അങ്ങ് ഇഷ്ടമായപ്പോ ചിലപ്പോ ഇവിടെ കൈവിട്ട് പോവില്ല, അതുകൊണ്ട് അങ്ങനെ ആയതാന്ന് തോന്നുന്നു. എനിക്ക് ലെയർ ചെയ്യാൻ ഇഷ്ടമായിട്ടേ. പിന്നെ നമ്മുടെ ഫാമിലി ഫംഗ്ഷനും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന്റെ അങ്ങനെയൊന്നും പറ്റാറില്ല. ഇത് വലിയൊരു കല്യാണമാണല്ലോ, പിന്നെ നമുക്ക് നല്ല അടുപ്പമുണ്ട്. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോമന്റ്സ് കാണുന്ന വരെ എനിക്ക് ഒരു തരത്തിലും ഇത് ഭയങ്കര ഓവർ ഡ്രസ്ഡ് ആണെന്നോ അങ്ങനെ എനിക്ക് ഫീലിംഗേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അതാണ് എനിക്ക് അത്ഭുതം. സാധാരണ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, അയ്യോ ഞാൻ ഓവറാണോ. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് റെഡിയായി പോയ കുറെ സാധനങ്ങൾ ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
പക്ഷെ ഇത് ഞാൻ അങ്ങനെ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ റെഡി ആയത്. പിന്നെ എനിക്ക് തോന്നുന്നു നെറ്റിച്ചുട്ടി വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. ഹെയർ സ്റ്റൈൽ ഞാൻ പുതിയത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഹെയർ സ്റ്റൈൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബ്രൈഡ്സിന്റെ നോക്കുകയാണെങ്കിൽ കാണണ്ടാവും ഇതേപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ചുരുട്ടിയിട്ടിട്ട്. ഞാൻ മെയിൻ ആയിട്ട് ഇഷാനിയുടെയാണ് റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇഷാനി എനിക്ക് തോന്നുന്നു ദിയയുടെ വളകാപ്പിന് ധാവണി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിനിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ചുരുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മുടി ബാക്കിൽ അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ പകരം എക്സ്റ്റൻഷൻസ് വെച്ചിട്ട് മെടയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 1.5-2 മണിക്കൂർ നേരത്തെ പണിയായിരുന്നു കേട്ടോ മൊത്തത്തില്. സാരി ഉടുക്കലും മുടികെട്ടലും റെഡി ആവലും, അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ഒരു 3/4 മണിക്കൂർ വേറെ ഉണ്ടായിരുന്നു. അപ്പൊ മാല വന്നിട്ട് ആദ്യത്തെ മാല ഇട്ടത് ലോട്ടസിന്റെ മാലയാണ് കേട്ടോ. ഇതിൽ നിർത്തിയാ മതിയായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് ഇട്ടത് ഈ പാലക്കയാണ്. അപ്പോഴും എന്റെ മനസ്സ് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു നിർത്തിക്കൊള്ളാനായിട്ട്, പക്ഷെ ഞാൻ അപ്പോഴും നിർത്തിയില്ല കേട്ടോ. ഈ പാലക്കിട്ടിട്ട് ഇതിന്റെ ഇടയില് ഈ ഒരു മാലയും കൂടി ഇട്ടടാ ഞാൻ. അങ്ങനെ 3 മാല ഇട്ടെ. അങ്ങനെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു ഒന്നില്ലെങ്കിൽ ഈ പാലക്ക ഇടായിരുന്നു, അതല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല, എനിക്ക് ചോക്കേഴ്സ് നന്നായിട്ട് ചേരുമായിരിക്കും എന്ന് തോന്നാറുണ്ട് നെക്ലസിനെക്കാട്ടിനും കൂടുതൽ. അപ്പോൾ ഈ താമരയുടെ മാത്രം ഇട്ടാലും മതിയായിരുന്നു കേട്ടോ. എന്നിട്ടൊരു ജുംക്ക പോലെ ഇട്ടാലും രസം ഉണ്ടാവുമായിരുന്നു. പിന്നെ കുപ്പിവള വെച്ചിട്ടാണ് നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഓക്കെ. ഇനി എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞ സ്വന്തം എൻഗേജ്മെന്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങിയാൽ നല്ലതായിരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും അതിന്റെ എങ്ങനെ ഒരുങ്ങിയെന്നുള്ള ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്. നല്ല അഫോർഡബിൾ മേക്കപ്പിന് കേട്ടോ, ഭയങ്കര വലിയ അങ്ങനെയൊന്നുമില്ല. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന പോലെ മാൾസിന്റെ പ്രോഡക്ട്സും 1-2 ഹൂഡയുടെ പ്രോഡക്ട്സ് ഉണ്ട്, അതൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെഡി ആയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നുള്ളൂ. കുറച്ച് പ്രാക്ടീസ് വേണം. ഈ മേക്കപ്പിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് പ്രാക്ടീസ് ആണ്. ആ ഒരു വഴക്കം വരില്ലേ. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവാൻ പറ്റുന്നതിന്റെ ഒരു കാര്യം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സ്വയം നമുക്ക് ഇത്രയും സാരി ഉടുക്കണതും മേക്കപ്പും ഹെയർ സ്റ്റൈലും എല്ലാം ഒരു 1.5 മണിക്കൂറിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ കാര്യം, അതും ഷൂട്ട് ചെയ്തിട്ടോ. അത് 10 വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം ആയതുകൊണ്ടാണ്. നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ മേക്കപ്പ് ഇങ്ങനെ ചെയ്ത് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമായിരുന്നല്ലോ ആദ്യം. ഇപ്പൊ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല കേട്ടോ. ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം എങ്ങനെയാന്നുള്ളൊരു ധാരണ വരാൻ കാരണം ഇത്രയും പ്രാക്ടീസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ റെഫറൻസ് എടുത്ത് സ്വന്തം എൻഗേജ്മെന്റിന് ഒരുങ്ങാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് 1-2 മാല ഒഴിവാക്കി മെയിനായിട്ട് നെറ്റിച്ചുട്ടി ഒഴിവാക്കാവുന്നതായിരുന്നു. ഞാനത് മനസ്സിലാക്കി കേട്ടോ. ഇനി ഞാൻ ഒന്നും കൂടി ബെറ്റർ ആക്കാം. ഞാൻ സജഷൻസ് എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ലോണം എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ക്രിറ്റിസിസംസ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ എന്റെ ഇൻസ്പയർഡ് ലുക്സ് ഭയങ്കര നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാര്യം 8 വർഷം മുമ്പ് എനിക്ക് നയൻതാര ഇൻസ്പയർഡ് ലുക്ക് ഞാൻ ചെയ്തിട്ട് വന്നിട്ടുള്ള കോമന്റ്സ് തന്നെയാണ്. പക്ഷെ കുറെ അസഹിഷ്ണുത കാണുന്നുണ്ട്, ഭയങ്കര ഹേറ്റ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അത് പക്ഷെ എന്റെ മെന്റൽ ഹെൽത്തിന് എനിക്കത് എടുക്കാന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഓരോ കമന്റ്സ് വായിക്കുമ്പോൾ ചിലരിങ്ങനെ ക്രിറ്റിസിസം എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്, പക്ഷെ നല്ല രീതിയിൽ കുത്തിയിട്ടാ പറയാം. അപ്പൊ നമുക്ക് എസ്പെഷ്യലി ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുന്നത്തെ കമന്റ്സ് കാണാൻ പറ്റും നമുക്ക്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര കണ്ടും വെറുപ്പോട് കൂടിയിട്ടാണ് എഴുതണേന്നുള്ളത്. സോ അതുകൊണ്ട് ഞാൻ എന്റെ മെന്റൽ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഡിലീറ്റ് ആക്കാറൊന്നുമില്ല. കുറെ അവിടെ കിടക്കാറുണ്ട്. ചിലത് ഇങ്ങനെ തെറിവിളി ബഹളാകുമ്പോൾ മാത്രമാണ് ഞാൻ ഡിലീറ്റ് ആക്കി കളയണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് മൈൻഡ് ആക്കണില്ല. അതല്ലാണ്ട് ജെന്യൂൻ ആയിട്ടുള്ള എല്ലാ ക്രിറ്റിസിസംസും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ബെറ്റർ ആക്കാം. പിന്നെ സ്റ്റൈലിംഗ് അല്ലേ, അതൊക്കെ ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഞാൻ ഇതിനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ ബെറ്റർ ആക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ മനുഷ്യ മനസ്സുകളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ കുറെ ഇങ്ങനെ ഇതാക്കാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് മുന്നേ, ഹൗ ടു ഹാൻഡിൽ ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓരോ തവണ എനിക്ക് ഓരോന്ന് വരുമ്പോൾ അങ്ങനത്തെ കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഉപകാരപ്പെട്ടു. ഞാനത് അതിൻ്റെതായ സെൻസിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ ബെറ്റർ ആക്കാം. ഇനി അടുത്തത് എന്തായാലും സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ വന്നിട്ട് എന്റെ മുടിയുടെ കാര്യം ഇതാണ് കേട്ടോ. ഞാൻ സ്റ്റൈൽ ചെയ്യാത്ത മുടി, മറ്റതൊക്കെ ഞാൻ വീഡിയോസിൽ വന്നിട്ട് എങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യാം അങ്ങനെയൊക്കെ കാണിക്കുന്നില്ലേ. സ്റ്റൈൽ ചെയ്തില്ലെങ്കിൽ, അതായത് കുളിച്ച് പിറ്റേ ദിവസം, കുളി കഴിഞ്ഞ് അന്ന് തന്നെയാണെങ്കിൽ കുറച്ചും കൂടി ചുരുണ്ടിരിക്കും. അല്ല പിറ്റേ ദിവസം ആണെങ്കിൽ ഇതേ കണ്ടോ, ഇതേപോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് ഫ്രിസിയാണ്, പക്ഷെ എന്നാലും മുടി വെട്ടിയിട്ടുണ്ടല്ലോ, എനിക്ക് എന്റെ മുടി നല്ല ബെറ്റർ ആയ പോലെ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ആ ഹെൽത്തി ഒരു ഫീല് കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. കാരണം
നല്ലോണം കളർ ചെയ്ത് ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള പരപരാന്നുള്ള മുടിയില്ലേ, അതൊക്കെ വെട്ടി. അപ്പൊ അതോടുക്കനെ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ മുടി 1-2 വർഷത്തേക്ക് എന്തായാലും കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ 2-3 നരയൊക്കെ ഉണ്ട്. എന്തായാലും അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നരച്ചു തുടങ്ങും. അങ്ങനെ നരയ്ക്കുമ്പോൾ എന്തായാലും മുടി കളർ ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഇനി കളർ ചെയ്യാന്ന് വിചാരിക്കുന്നത്. എന്റെ പൂതി തീർന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം മുടി വെട്ടി ഫുൾ ബ്ലാക്ക് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമായി. ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്ത് പിന്നെ ആ ഒരു സാച്ചുറേഷൻ എത്തും. എനിക്കിപ്പോൾ അങ്ങനെ കളർ ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ട്രീറ്റ്മെന്റ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. ബൊട്ടോക്സോ അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് അതും ഞാൻ എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ ആഫ്റ്റർ കെയർ ഭീകരാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാത്തത്. എനിക്ക് അത്രയും ആഫ്റ്റർ കെയർ എനിക്ക് മുടിയിലേക്ക് വേണ്ടി ചെയ്യാൻ ഒട്ടും സമയമില്ല. സ്കിന്നാണെങ്കിൽ ഞാൻ പിന്നെയും അങ്ങനെ ടേക്ക് കെയർ ചെയ്യും, നന്നായിട്ട് നോക്കും ഞാൻ, പ്രോപ്പർ സ്കിൻ കെയർ. പക്ഷെ ഹെയർ കെയർ എനിക്ക് ഇത്തിരി മടിയുള്ള കാര്യമാണ്. ആഴ്ചയിൽ 2 തവണ അല്ലെങ്കിൽ മാക്സിമം 1 തവണ മാസ്ക് ഇടുക, 3 തവണ ഹെയർ ഓയിൽ ചെയ്യുക. അതിനപ്പുറത്തേക്ക് അതിനുവേണ്ടി സ്പാ ചെയ്യാന്നൊക്കെ പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ എന്റെ ഹെയർ കട്ടിന്റെ അപ്ഡേറ്റ് ചോദിച്ച ആൾക്കാർക്ക്, എന്നെ പോലെ ഹെയർ കട്ട് ചെയ്യാണ്, നമ്മൾ സ്റ്റൈൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒരു വേവി ഹെയർ ആണെങ്കിൽ, എന്റെ വേവി ഹെയർ ആണ് കേട്ടോ, സ്ട്രെയിറ്റ് അല്ല എന്നാൽ കേളിയും അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിലാവും ഉണ്ടാവുക. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ആക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റൈലിംഗ് വീഡിയോയിൽ ഇങ്ങനെ മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്ന കാണിക്കുമ്പോൾ എത്ര ദിവസം നിൽക്കും. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം 3 ദിവസം തല നനയ്ക്കാണ്ടിരിക്കുകയും കുറച്ച് സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ, മൂസൊക്കെ ഇട്ടിട്ട് സ്ട്രെയിറ്റൻ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ അതല്ല, ചെറിയ രീതിയിൽ നനയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെയും ചുരുണ്ട് പൂട്ടോ, ഒരു ദിവസം എന്തായാലും നിൽക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബെറ്റർ പെർമനന്റ് സ്ട്രെയിറ്റനിങ് അല്ലേ എന്നുള്ളത്. അല്ല കേട്ടോ, പെർമനന്റ് സ്ട്രെയിറ്റനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡാമേജ് ഉള്ളൊരു സാധനം തന്നെയാണ്. പക്ഷെ അത് നമ്മൾ നന്നായി നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ മുടി നോക്കുന്ന കാര്യത്തിൽ അലസത കാണിക്കുകയാണെങ്കിൽ മുടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊഴിഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പൊ എന്റെ പോലെ ഇങ്ങനെ ഷോർട്ട് ഹെയർ ലെയർ, ചെറിയ ലെയറാണ് കേട്ടോ എന്റെ വെട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉള്ളും തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ കണ്ടോ, മുകളിലേക്ക് ഇങ്ങനെ ചെറിയ ലെയേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് മുടിക്ക് ഇങ്ങനെ ഉള്ളു തോന്നിക്കുന്നത് പണ്ടത്തെക്കാളും. കുറെ പേര് ചോദിച്ചു മുടി വെട്ടിയപ്പോ എങ്ങനെയാ ഉള്ളു വന്നേന്നുള്ളത്. ഉള്ളു വന്നത് മുടി അങ്ങനെ വെട്ടിട്ടത് കൊണ്ടും പിന്നെ കുറച്ച് വേവി കൈൻഡ് ഓഫ് ഹെയർ ആയതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതും കൊണ്ട് ആണ് കേട്ടോ. പിന്നെ ഞാൻ ഷോർട്ട് ഹെയറിൽ ഹാപ്പി ആണോ ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ വളർത്തണം എന്നൊക്കെ തോന്നും കേട്ടോ, എന്നാലും ഇപ്പൊ ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അടുത്ത എനിക്ക് പറയാനുള്ളത്, കുറച്ച് നാൾ മുമ്പ് ഞാൻ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് ഈ ഭാഗത്ത് ഡാർക്ക്നെസ് വന്നിട്ടുണ്ടായിരുന്ന കാര്യം, അതേപോലെ തന്നെ പിമ്പിളും ഇവിടെയായിരുന്നു കേട്ടോ പിമ്പിളും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് എന്ന് പറയുന്നത് നയാസിൻമൈഡ് ആക്റ്റീവ് ആണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്ലമ്മിന്റെ നയാസിൻമൈഡ് 10% ഉള്ളതാണ് കേട്ടോ. ഇത് അടിപൊളി, ഞാൻ കുറേ നാളായിട്ട് കാണിക്കുന്നതാണ്, കുറേ നാളായിട്ട് വീഡിയോസിൽ ഉള്ളതാണ്. ഇത് സ്പോൺസർഡ് വീഡിയോ ആണ്, പക്ഷെ ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ തന്നെയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഒരു റിസൾട്ട് തരുന്ന നയാസിൻമൈഡ് ആണ്. നയാസിൻമൈഡ് ആക്ച്വലി എന്റെ സ്കിന്നിന് നന്നായിട്ട് സൂട്ട് ആവുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ, ഈ ഭാഗത്തുണ്ടായിരുന്ന ഡാർക്ക്നെസ്, ഇടയ്ക്ക് വരുന്ന ആക്നെ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നയാസിൻമൈഡ് നന്നായിട്ട് ഹീൽ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇട്ടോണ്ട് അങ്ങനെയല്ല റിസൾട്ട് വരിക. നമുക്ക് കുറച്ച് സമയം കൊടുക്കണം. നമ്മുടെ ഫേസിന്, നമ്മുടെ സ്കിന്നിന് സൂട്ട് ആവുന്നുണ്ടെങ്കിൽ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു റിസൾട്ട് തരും. ഈ 10% നയാസിൻമൈഡിൽ ജപ്പാനീസ് റൈസ് വാട്ടർ ഉണ്ട്, നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് കാം ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ലെക്കറൈസ് ഉണ്ട്, സ്ക്വലൈൻ ഉണ്ട്, കഫീനും ഉണ്ട്. ഇത് നമ്മുടെ ഡൾനെസ് ഒക്കെ കുറയ്ക്കാനും, അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ബാരിയർ ഉണ്ടല്ലോ, എനിക്കൊക്കെ അതിങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതാണ് കേട്ടോ. നമ്മൾ ഇത്ര കൂടുതൽ മേക്കപ്പ് പ്രോഡക്ട്സും ഓരോ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കാരണം അത് ബെറ്റർ ആക്കാനൊക്കെ നല്ലതാണ്. നമുക്കൊരു 2 വീക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങാം. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് കാണാൻ സാധിക്കും. എന്റെ ഇവിടുത്തെ ഡാർക്ക്നെസ് ഒക്കെ നല്ല ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഭയങ്കര സിമ്പിളാ. രാവിലെ ആണെങ്കിൽ സിറം അപ്ലൈ ചെയ്യാം, നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം, പിന്നെ സൺസ്ക്രീൻ മസ്റ്റ് ആണ് കേട്ടോ. അതേപോലെ രാത്രി ആണെങ്കിൽ ഈ സിറം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു നൈറ്റ് ക്രീം അല്ലെങ്കിൽ ഒരു തിക്ക് മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്താൽ ഡൺ ആണ്. നല്ലൊരു ആക്റ്റീവ് ആണ് കേട്ടോ നയാസിൻമൈഡ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ചധികം നയാസിൻമൈഡ് യൂസ് ചെയ്ത് നോക്കിയാൽ എനിക്ക് പ്ലമ്മിന്റെ നല്ല ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഇൻ കേസ് അങ്ങനെ ഒരു ആവശ്യമുണ്ട്, നമുക്ക് ഇത് ഈ ഒരു ആക്റ്റീവ് സൂട്ട് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് നമ്മുടെ റിസപ്ഷൻ ഡ്രസ്സാണ്.
എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ നമ്മുടെ റിസപ്ഷന്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന്റെ ഔട്ട്ഫിറ്റിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ചെയ്യണ, ലൈക്ക് എല്ലാം റെഡി ആക്കണ സമയത്ത്. റിസപ്ഷനിൽ ഞാൻ ശരിക്കും ഇത്തിരി ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം കളറ് ഏതാ എങ്ങനെ ടേൺ ഔട്ട് ചെയ്യാന്ന് നമുക്ക് അറിയില്ലല്ലോ. ഡൈ ചെയ്യാൻ വേണ്ടി കൊളൂസിന്റെ അടുത്താ പറഞ്ഞിരുന്നത്. അപ്പൊ അവരിങ്ങനെ കളർ ചാർട്ടൊക്കെ അയച്ചു തന്നിട്ട് ഏതാ സ്പി വേണ്ടതൊക്കെ ചോദിച്ചിട്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് മതി, ഈ കളർ നല്ലതായിരിക്കും അല്ലേ. അപ്പൊ അവളും ഇങ്ങനെ പറഞ്ഞു ഇത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോഴും എനിക്കിങ്ങനെ അയ്യോ ഇത് നമ്മൾ കാണുന്നില്ലല്ലോ ഈ കളർ എങ്ങനെയായിരിക്കും വരിക. അതായത് ചാർട്ടിൽ നമ്മൾ കളർ പറഞ്ഞു, പക്ഷെ അങ്ങനെ തന്നെയാണോ, വ്യത്യാസം വരുമോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പോ ഒരു പേസ്റ്റൽ ടോൺ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഡള്ളായി പോവോ എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു നൈറ്റ് ഫംഗ്ഷനും കൂടിയല്ലേ, അപ്പൊ അതുകൊണ്ട് പേസ്റ്റിൽ തന്നെ കുറച്ചൊരു ടോൺ ഡാർക്കർ എന്നുള്ള രീതിയിലാണ് കേട്ടോ പിടിച്ചത്. കളറ് അടിപൊളിയായിട്ട് വന്നു എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ അടുത്ത് ഇങ്ങനെ ഹൈനെക്ക് വേണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു. ഫുൾ സ്ലീവ്സ് വേണം, എന്നിട്ട് നിറയെ ഹാൻഡ് വർക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അടിച്ച പെർഫ്യൂമിന്റെ അടിപൊളി പെർഫ്യൂം ആയിരുന്നു കേട്ടോ. അത് ലാൻഡ്കോമിന്റെ പെർഫ്യൂമാണത്. നല്ല മണം, ഇപ്പോഴും നല്ല മണം. അപ്പോൾ ഇതിനി ഇത് ചെയ്യണം, ഹാൻഡ് വാഷ് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം. പിന്നെ ഇതിനൊരു ഗുണം എന്താ വെച്ചാൽ നമുക്കിത് റീയൂസ് ചെയ്യുകയും ചെയ്യാം. ഇതിപ്പോ ഒരു ഡ്രേപ്ഡ് സാരി പോലെ അങ്ങനെ ഉള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. നമുക്കിത് ആക്ച്വൽ സാരിയുടെ ഒപ്പം റീയൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതിലെ ഡാർക്കർ ടോൺ ഓഫ് റെഡ് അല്ല നെറ്റ് ഫാബ്രിക് ഉണ്ടല്ലോ, ഇതിലിപ്പോ ഇതേ ഒരു വയലറ്റ് പേർപ്പിൾ ഫാബ്രിക് ഒക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് 5.5 മീറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് സാരി ആയിട്ട് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല രസമായിട്ട് ബാക്കിലാണെങ്കിൽ നെറ്റ് ഫുള്ള് നെറ്റ് ട്രാൻസ്പെറൻറ്റ്, അതിലിങ്ങനെ ഷോ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആൻഡ് പെർഫെക്ഷൻ സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. എനിക്കൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്ലീവ്സിന്റെ അവിടെ. പിന്നെ വന്നിട്ട് സ്കേർട്ട് ഇതാണ് പ്രശ്നം. ഇത് വന്നിട്ട് ഈ ഒരു ജോർജറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഒന്ന് നമ്മളിങ്ങനെ മടക്കി ഇത്രയും ചുളുക്കം വരും. ഇത് എന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം തേച്ചെടുക്കാൻ പാട്. എനിക്ക് ശരിക്കും അയൺ ബോക്സ് വെച്ച് തേക്കാൻ നല്ല പേടിയാവും. ഞാൻ സ്റ്റീമർ വെച്ചിട്ട് ചെയ്തിട്ട് ഒന്നും ഇത് റെഡി ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിന്റെ മീതെ വേറൊരു തുണി വെച്ചിട്ട് അങ്ങനെയൊക്കെ അയൺ ചെയ്തെടുത്തത്. ഇത് 3 തട്ടായിട്ട് വരുന്ന കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല പൊക്കം തോന്നിക്കും. ഞാൻ ഒരു 5 ഇഞ്ച് ഹീലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. 4 to 5 ഇഞ്ച് ഹീലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഇട്ടിട്ട് ഇതും കൂടി ഇട്ടപ്പോൾ എനിക്ക് നല്ല പൊക്കം തോന്നിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. കല്യാണത്തിന് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്റ്റൈലിങ്ങിൽ വന്നിട്ടുള്ള ഇതേ ഉള്ളൂ. അതല്ലാണ്ട് എനിക്ക് ഔട്ട്ഫിറ്റ്, ആ സാരി ആണെങ്കിലും ശരി, ബ്ലൗസ് ആണെങ്കിലും ശരി, നല്ല രസമുണ്ട് കേട്ടോ ബ്ലൗസ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആര്യൻസ് ചെയ്തത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ദുപ്പട്ടയുടെ സൈഡിൽ ചെറിയൊരു ഹാൻഡ് വർക്കിന്റെ ഒരു ലേസാണ് കൊടുത്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും ചേരുന്ന, എല്ലാ ബോഡി ടൈപ്പിനും ഒക്കെ ചേരുന്ന ഒരു പാറ്റേൺ ആണ്. നമുക്ക് ഇത് കളർ ടോണിൽ മാറ്റം വരുത്താം. പേസ്റ്റൽ തന്നെയാണെങ്കിലും കുറച്ച് ഡാർക്കർ പേസ്റ്റൽസ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്ക് ശരണ്യയുടെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബേജ് ഷെയ്ഡ്, അത് നല്ല രസമുണ്ട്. ഗംഗയുടെ ഷെയ്ഡ് അതൊരു പേർപ്പിൾ വയലറ്റ് ഷെയ്ഡായിരുന്നു. എൻ്റെ ഡാർക്കർ ഷെയ്ഡായിട്ട്, അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല രസമുള്ള ഔട്ട്ഫിറ്റ്. വർഷയുടെ ആണെങ്കിൽ ഒരു താമരയുടെ ഒരു പിങ്ക് ടോണിൽ വരുന്ന ലെഹങ്ക ഒക്കെ ആയിട്ട് കാർത്തിക എല്ലാവരുടെയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് റെഫറൻസ് എടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ ഫങ്ഷൻസിനൊക്കെ. പിന്നെ ഞാൻ കമന്റ് ഉണ്ടായിരുന്നു ഇത് നല്ലതാ, പക്ഷെ കുറച്ചുകൂടി ഹിപ്സ് ഉള്ളവർക്കാണെങ്കിൽ ചേരും, കുറച്ചുകൂടി വണ്ണുള്ളവർക്ക് കൂടുതൽ ചേരും. അതൊന്നും അങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഇന്ന തരത്തിലുള്ള ആളുകൾക്ക് ഇന്നത് ചേരുന്നു പറഞ്ഞിട്ട് ഒബ്വിയസ്ലി ഞാനും വീഡിയോസ് ചെയ്യുന്നതാണ്. ഞാനാണെങ്കിലും പൊക്കം കൂടുതൽ തോന്നിക്കുന്ന തരത്തിൽ സ്റ്റൈൽ ചെയ്യാറുണ്ട് എന്ന് കരുതിയിട്ട് എനിക്കൊരു ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കത് ആ രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാനത് ഉപേക്ഷിക്കാറില്ല. എനിക്ക് സന്തോഷം തോന്നുന്നത് ഞാൻ ഇടാറുണ്ട്. അത് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയണത്. നമുക്ക് സന്തോഷം തോന്നുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് സാധനം. അതില് നമുക്കത് വർക്കൗട്ട് ആയില്ല എന്ന് എല്ലാവരും പറഞ്ഞാലും നമുക്ക് അതിലൊരു കുറ്റബോധം ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. ഔട്ട്ഫിറ്റ് അല്ലേ, നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ. നെക്സ്റ്റ് ടൈം ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. ക്രിറ്റിസിസം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. എപ്പോഴും ഞാൻ അത് ആലോചിക്കാറുള്ളൂ. നമ്മളൊരു സ്റ്റൈലിംഗ് ആണ് ചെയ്തത്, അത് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പാളിപ്പോയി തന്നെ അർത്ഥം. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ലേ. സാധാരണ ഒരാൾക്കാണെങ്കിൽ അതൊരു ശരിക്കും പറഞ്ഞാൽ അത് എടുക്കേണ്ട ആവശ്യം തന്നെയില്ല. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയും നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് സ്റ്റൈലിങ്ങും പിന്നെ ഈ ഫാഷൻ ബ്യൂട്ടി ഒക്കെ ആയതുകൊണ്ട് എന്തായാലും
എല്ലാവരും പറയുന്ന സജഷൻസ് ഞാൻ എടുക്കാൻ ബാധ്യസ്ഥയാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. പക്ഷെ വേറെ ഏതൊരാൾക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ അത് മറ്റൊരാള് പറയുന്നത് അങ്ങനെ എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് അതിൽ അൾട്ടിമേറ്റ്ലി ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിന്നും ഇതെന്നൊക്കെ സജഷൻസ് എടുത്ത് നമുക്ക് ആ രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. പക്ഷെ എന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി അത് എടുക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമുക്ക് തെറ്റുപറ്റി എന്ന് എഴുതിയിട്ട് അത് അത് ഒന്നിന്റെ അവസാനമല്ല, നമുക്ക് ബെറ്റർ ആക്കാവുന്നതേ ഉള്ളൂ. സാരില്ല പോട്ടെ എന്നുള്ളത് നമ്മളോട് തന്നെ പറയാം. അങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യണത് കേട്ടോ. അത് എനിക്ക് ഒരുപാട് മെന്റൽ പീസ് തരുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ കമന്റ്സ് ആയിട്ടോ അല്ലാതെയൊക്കെ ചോദിക്കുന്ന കാര്യം, എങ്ങനെയാണ് നെഗറ്റീവ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ചിലപ്പോൾ എല്ലാവരും പറയുന്നത് സത്യമാണെന്ന് നമുക്കറിയാമെങ്കിലും മനുഷ്യരുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഈഗോ സാധനം കയറി വരുമല്ലോ. അതെന്താ എൻ്റെ ഇഷ്ടമല്ലേ, എനിക്ക് ചെയ്തുകൂടെ എന്നുള്ളൊരു സാധനം വരുമല്ലോ. അപ്പൊ അതില്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ. കാര്യങ്ങൾ കുറച്ചുകൂടി മെച്യൂർ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യുക. പിന്നെ അൾട്ടിമേറ്റ്ലി ബി കൈൻഡ് ടു യുവർ സെൽഫ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സ്റ്റൈലിംഗ് സെറ്റ് ആയില്ലേ, ഞാൻ പറയും സാരമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം ശരിയാക്കാം. സ്റ്റൈലിംഗ് അല്ലേ, ഇത്രയല്ലേ കാര്യമുള്ളൂ. വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അതങ്ങ് നമ്മൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഭയങ്കര രൂക്ഷമായിട്ട് പറയുന്ന ആളുകളെ നമ്മൾ ഇഗ്നോർ ചെയ്യാം. പിന്നെ എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിൽ അൾട്ടിമേറ്റ് ആണ്. ഞാൻ അതൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്തെടുത്ത കാരണം എനിക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയിലൂടെ ആ ഒരു കുട്ടി ചിറ്റാറ്റ് വീഡിയോ ആയി. പിന്നെ ഞാൻ എന്തായാലും ഈ ക്രിറ്റിസിസം ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ഞാൻ കുറെ നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അസ്വി വ്ളോഗ്സിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയിലൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.